ദാ സമയം 9:46 രാവിലെയല്ല രാത്രി. ഇനി നമുക്ക് ഒരു കേക്ക് ബേക്ക് ചെയ്ത് ഐസിങ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കിടക്കാൻ. കാര്യം കേക്കിന്റെ ഓർഡർ നമുക്ക് വൈകിട്ടൊക്കെ വന്നതാണ്. പിന്നെ ഈ ഒരു ഒറ്റ കേക്ക് ചെയ്യാൻ ഈ പാതിരാത്രി വരെ നോക്കിയിരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് കാരണം ഞാനല്ല, KSEB ആണ്. സംഭവം ഏറെക്കുറെ ഇപ്പം കിട്ടിക്കാണുമല്ലോ. കറണ്ട് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. കറണ്ട് പോയല്ലോ എന്നോർത്ത് കിടക്കും, അപ്പോഴത്തേക്കും കറണ്ട് വരും. ചാടി എണീറ്റ് കേക്ക് ചെയ്യാൻ തുടങ്ങും, വീണ്ടും കറണ്ട് പോവും. പിന്നെയും കിടക്കും, പിന്നെയും വരും, പിന്നെയും കിടക്കും, പിന്നെയും വരും. അങ്ങനെ അവസാനം കാത്തിരുന്ന് കറണ്ട് വന്നപ്പം ഒരു 9:30 അങ്ങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓവനിൽ വെക്കുന്ന റിസ്ക്കാ, വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കേക്ക് ബിരിയാണി പോട്ടിൽ വെച്ചു. ആ ഒരു ഗ്യാപ്പിൽ കുറച്ച് ക്രീം ചീസ് ഒക്കെ ഉണ്ടാക്കണമായിരുന്നേ. കാര്യം പാതിരാത്രിക്കായി. കസ്റ്റമറും പ്രത്യേകിച്ച് ഡിസൈൻ ഐഡിയാസും തന്നിട്ടില്ല. അപ്പോൾ പിന്നെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എപ്പോഴും ചെയ്യുന്ന വർക്ക് ചെയ്യാൻ എനിക്കും തോന്നിയില്ല. അതുകൊണ്ട് സിമ്പിളായിട്ട് എന്നാൽ എപ്പോഴും അങ്ങനെ ചെയ്യാത്തൊരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പ്ലാനൊക്കെ ഇട്ട് ക്രീം ചീസും വിപ്പിംഗ് ക്രീമൊക്കെ റെഡിയാക്കി ഒരു ചായയൊക്കെ കുടിച്ചിരുന്നപ്പോഴേക്കും നമ്മുടെ കേക്ക് അവിടെ റെഡിയായി. ഇനിയിപ്പോൾ എന്താ, ഐസിങ് എന്നാണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. കേക്ക് നന്നായിട്ട് ചൂടാറുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നേ പറ്റൂ. അങ്ങനെ കാത്തിരുന്ന് അവസാനം നമ്മുടെ ഫ്രോസ്റ്റിംഗ് സെക്ഷനിലോട്ട് കയറി. ഈ കേക്ക് സത്യം പറഞ്ഞാൽ നാളെ ഈവനിങ് നമുക്ക് ഡെലിവറി ചെയ്താൽ മതി. പക്ഷേ മോർണിംഗ് അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതുകൊണ്ടാട്ടോ ഫുൾ വർക്ക് ഇപ്പം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത്രയും നേരം ഇരിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ റൈറ്റിംഗ് ഗനാഷിലാട്ടോ കൊടുത്തേ. അങ്ങനെ വർക്ക് കഴിഞ്ഞപ്പോൾ ഇതായി സമയം കഴിഞ്ഞിട്ടില്ല, ഇനി ക്ലീനിങ് ഉണ്ടേ. അപ്പൊ ടാറ്റ.